ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. ജർമ്മനിയിലുള്ള ഒരു ടീം ഇന്ത്യയിലുണ്ട്. 3 ദിവസത്തെ സന്ദർശനമാണ്. 11-ാം തീയതി മുതൽ 14-ാം തീയതി വരെ. അതാണ് അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ആ പ്രോഗ്രാം അഥവാ ആ ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് മുന്നോട്ട് നീങ്ങുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മളിപ്പോൾ ആ വിഷയമല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ തികച്ചും വ്യത്യസ്തമായ വേറൊരു വിഷയം. ആ വിഷയം എന്ന് പറഞ്ഞാൽ പാക്സ് സിലിക്ക എന്ന് പറയും. ഈ പാക്സ് സിലിക്ക ശരിക്കും 2020 കൂടിയാണ് ഈ പാക്സ് സിലിക്ക എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ എന്താണ് പാക്സ് സിലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്ക AI ടെക്നോളജി അതേപോലെ തന്നെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട മാനുഫാക്ചറിങ് യൂണിറ്റുകളിൽ ആവശ്യമായ ചിപ്പ് നിർമ്മിക്കുന്നതിന് സെമി കണ്ടക്ടേഴ്സ് ആ മേഖലയിൽ അതിൻ്റെ ബേസ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഈ സിലിക്ക നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വന്ന ഷോർട്ടേജ്, അതിനെ തുടർന്ന് ഈ ഷോർട്ടേജ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്യൂരിഫിക്കേഷൻ, അൾട്രാ പ്യൂരിഫിക്കേഷൻ ആണ് ഈ സിലിക്കയ്ക്ക് വേണ്ടത്. ഏറ്റവും കൂടുതൽ ഇത് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ആവശ്യമുണ്ട്, അതേപോലെ തന്നെ എനർജി ആവശ്യമുണ്ട്. ഇത് 80% ഈ ഡിഫൻസ് ഗ്രേഡ് സിലിക്ക നിർമ്മിക്കുന്നത് ചൈനയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും ചൈനയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇപ്പോൾ ഇന്ത്യ ആയിക്കോട്ടെ അതേപോലെ തന്നെ അമേരിക്ക ആയിക്കോട്ടെ, ലോകത്ത് പല രാജ്യങ്ങളും ചൈനയെ ഡിപ്പെൻഡ് ചെയ്താണ് ഡിഫൻസ് ഗ്രേഡ് സിലിക്ക വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ ചൈന നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും പെടും. അവരുടെ എല്ലാ ഡിഫൻസ് മാനുഫാക്ചറിങ്ങിലും ചിപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ സിലിക്കയുടെ പ്രാധാന്യം വളരെ നിർണായകമായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഇത് നിന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്ത്യയിൽ നടക്കുന്ന ചില പ്രോജക്റ്റുകളുടെ പേര് എടുത്തു പറയാം. അപ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത്. തേജാസ് MK2 അതേപോലെ AMCA 6th ജനറേഷൻ ഫൈറ്റർ ജെറ്റ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇന്ത്യക്കുള്ളിൽ പ്രോജക്റ്റുകൾ ഉണ്ട് നിലവിൽ. ഇവിടെ എല്ലാം തന്നെ തദ്ദേശീയമായി നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന EMP പ്രതിരോധ ചിപ്പുകൾ, അതായത് ഡിഫൻസിന് വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന ചിപ്പുകൾ, അതിനെയാണ് പ്രതിരോധ ചിപ്പുകൾ എന്ന് പറയുന്നത്. അല്ലാതെ ചിപ്പിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, അത് പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ഡിഫൻസ് പർപ്പസിന് വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന ചിപ്പുകളാണ്. അതാണ് നമ്മൾ ഡിഫൻസ് മേഖലയിലൊക്കെ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം തന്നെ DRDOയുടെ കീഴിൽ ശരിക്കും അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏജൻസികളുടെ കീഴിൽ മാത്രമേ നിർമ്മിക്കുകയുള്ളൂ. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇതിപ്പം ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ചിപ്പുകളെല്ലാം തന്നെ നമ്മളിപ്പോഴും ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. BrahMos 2 ഹൈപ്പർസോണിക് മിസൈൽ പ്രോജക്റ്റ്, ഇത് അപ്കമിങ്ങിൽ ഇരിക്കുന്ന പ്രോജക്റ്റാണ്. ഇതിനകത്ത് റേഡിയേഷൻ ഹാർഡൻ പ്രോസസ്സറുകൾ നിർമ്മിക്കേണ്ടതുണ്ട്. അതായത് റേഡിയേഷൻ മൂലം ഇമ്പാക്റ്റ് ഉണ്ടാകാത്ത രീതിയിലുള്ള സേഫ് ഗാർഡ് ചെയ്ത പ്രോസസ്സറുകളാണ് ഇതിനു വേണ്ടി നിർമ്മിക്കുന്നത്. അപ്പോൾ അതിനുള്ള ചിപ്പ് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതും നമ്മൾ ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കേണ്ടതുണ്ട്. അത് എങ്ങനെ നിർമ്മിക്കും എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. അതുപോലെ ആകാശ് മിസൈൽ സിസ്റ്റം, സാം സിസ്റ്റംസ്, ഫാസ്റ്റ് പ്രോസസ്സിങ്ങിനും അതുപോലെ തന്നെ ടാർഗറ്റ് ട്രാക്കിംഗ്, ഇതിന് വേണ്ടിയിട്ടുള്ള ചിപ്പാണ് നിർമ്മിക്കുന്നത് ഈ ആകാശിന് വേണ്ടിയിട്ട്, ആകാശ് മിസൈൽ സിസ്റ്റത്തിന് വേണ്ടിയിട്ട്. ഇതെല്ലാം തന്നെ നിങ്ങൾ ചിപ്പ് തലത്തിൽ ചിന്തിക്കുക. അല്ലാതെ ഒരു ത്രെട്ട് ഡിറ്റക്ട് ചെയ്ത് അതിനെ ഫാസ്റ്റ് ഫോർവേഡായിട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വെറുതെ ആകാശ് മിസൈൽ സിസ്റ്റം ജസ്റ്റ് കൊണ്ട് വെച്ചാൽ പോരല്ലോ. അതിൻ്റെ ഉള്ളിൽ ഇടേണ്ട കൃത്യമായിട്ടുള്ള സാധനങ്ങൾ അവിടെ ഇട്ടിരിക്കണം. അപ്പോൾ അത് നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഈ രീതിയിലുള്ള ചിപ്പുകളൊക്കെ അവിടെ ആവശ്യമുണ്ട്. അതുപോലെ UAV, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ, സ്വാം കാറ്റഗറിയിൽ വരുന്ന ഡ്രോൺ നിർമ്മിക്കുന്നതിനെല്ലാം തന്നെ ചിപ്പിൻ്റെ ആവശ്യമുണ്ട്. ഇത് കഴിഞ്ഞാൽ ISRO ഇടപെടുന്ന എല്ലാ മേഖലകളും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഗഗൻയാൻ പോലത്തെ പ്രോജക്റ്റുകളൊക്കെ അപ്കമിങ്ങിൽ ഇരിക്കുന്ന പ്രോജക്റ്റുകളാണ്. അപ്പോൾ ഇതിനെല്ലാം ചിപ്പ് വളരെ അത്യാവശ്യമാണ്. ഇതെല്ലാം തന്നെ ഇന്ത്യ നല്ലൊരു ശതമാനവും ഇമ്പോർട്ട് ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ വളരെ ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ട വിഷയമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഇത്രമാത്രം ആവർത്തിച്ച് പറയുന്നത് എന്ന് പറഞ്ഞാൽ, സെർജിയോ ഗോർ എന്ന് പറഞ്ഞ വ്യക്തി ഏതാണ്ട് ഒക്ടോബറിൽ ഇന്ത്യയിൽ നിയമിതനായതാണ്. അമേരിക്കൻ അംബാസഡറായിട്ട് അമേരിക്ക ഇന്ത്യയിലുള്ള എംബസിയിൽ പുള്ളിക്കാരനെയാണ് തലപ്പത്ത് കൊണ്ടിരുത്തിയിരിക്കുന്നത്. പുള്ളിക്കാരൻ വന്ന ദിവസം തന്നെ ട്രംപും പ്രൈം മിനിസ്റ്റർ മോദിയും ഒരുമിച്ച് സംസാരിക്കാൻ നിൽക്കുന്ന ഒരു ചിത്രം അതാണ് കൊണ്ട് കൈമാറിയത്. അതിനകത്ത് ട്രംപ് എഴുതി കുറിച്ചിട്ടുണ്ട്, യു ആർ ദ ഗ്രേറ്റസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി കുറിച്ചാണ് കൊടുത്തത്, സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് പ്രൈം മിനിസ്റ്റർക്ക് സമ്മാനമായിട്ട് കൊടുത്തുകൊണ്ട് ഒരു മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ ഇവിടെ US എംബസിയിൽ തുടരുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരന് വളരെയധികം പ്രാധാന്യമുണ്ട്. ട്രംപിൻ്റെ വളരെ അടുത്ത ആൾ കൂടിയാണ് സെർജിയോ ഗോർ. 2020 ട്രംപ് തോറ്റ ഇലക്ഷനിൽ ട്രംപിനോടൊപ്പം കൂടിയ വ്യക്തിയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ക്യാമ്പയിനൊക്കെ നടത്തി ഈ 2024 ഇലക്ഷൻ വിജയിക്കാനും കൂടി പുള്ളിക്കാരൻ ഒപ്പമുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പുള്ള വ്യക്തിയാണ് ട്രംപുമായിട്ട് സെർജിയോ ഗോർ. ആ സെർജിയോ ഗോറാണ് ഇപ്പോൾ ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. അപ്പം പുള്ളിക്കാരനാണ് ഈ ഒരു ഇൻവിറ്റേഷൻ, കൃത്യമായിട്ടുള്ള ഇൻവിറ്റേഷൻ, അതായത് പാക്സ് സിലിക്ക എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയിലേക്ക് ഇന്ത്യയെ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ചെറിയൊരു ക്ഷണമല്ല. ശരിക്കും പാക്സ് സിലിക്കയിൽ ആരെയൊക്കെ ക്ഷണിക്കും എന്നുള്ളത് അമേരിക്ക
ഈ പാക്സ് സിലിക്ക എന്ന് പറഞ്ഞ ആ ഒരു കമ്മിറ്റി രൂപീകരിച്ച സമയത്ത് തന്നെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സെർജിയോ ഗോർ പറഞ്ഞു വെച്ചത്, ഇന്ത്യ വിൽ ബി ഇൻവൈറ്റഡ് ടു പാർട്ടിസിപ്പേറ്റ് പാക്സ് സിലിക്ക US ലീഡ് സ്ട്രാറ്റജിക് ഇനിഷ്യേറ്റീവ് ബിൽഡ് എ സെക്യൂർ റിസലിയന്റ് ഇന്നോവേഷൻ ഡ്രിവൻ സിലിക്കൺ സപ്ലൈ ചെയിൻ. അപ്പൊ ഈ സിലിക്കോൺ സപ്ലൈ ചെയിനിന് വേണ്ടിയിട്ട് നിർമ്മിച്ച ഈ ഒരു പാക്സ് സിലിക്ക, അത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് എതിർചേരിയിൽ നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇന്ത്യയെ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പ്രാധാന്യം ഇവിടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുമായിട്ട് അമേരിക്ക ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പാണ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു മെസ്സേജ് കൂടിയാണ് ഈ പാക്സ് സിലിക്ക പ്രോജക്റ്റിൽ ഇന്ത്യയെ ക്ഷണിക്കുന്നത്. അപ്പം ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ അമേരിക്കൻ ടെക്നോളജി ഇന്ത്യയിൽ ബിൽഡ് ചെയ്യും, അതാണ് ഇതിന്റെ ഒരു ഉള്ളടക്കം, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ പലർക്കും ചോദ്യം വരും, പല രാജ്യങ്ങളുമുണ്ട്, എന്തുകൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ക്വാഡ് എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഇൻഡോ പസഫിക് മേഖലയിൽ ശക്തമായ രീതിയിൽ സാന്നിധ്യം അറിയിക്കുന്നു എന്നുള്ളതാണ്. സാന്നിധ്യം അറിയിച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യ ക്വാഡ് രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇൻഡോ പസഫിക്കിൽ ശക്തരാണ്, അതാണ് ഇതിന്റെ റീസൺ. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ ഇതിന്റെ പുറകിലുള്ള ഒരു പ്രൈവറ്റ് കമ്പനി ഉണ്ട്, ഇതൊരു അമേരിക്കൻ കമ്പനിയാണ്. ഈ അമേരിക്കൻ കമ്പനി ഇന്ത്യയിലെ ടാറ്റ അഡ്വാൻസ്ഡ് ടെക്നോളജിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അത് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ കമ്പനി മൈക്രോൺ ചിപ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ഈ കമ്പനി ഓൾറെഡി തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു. എപ്പോഴാണ്? ബൈഡൻ ഭരണകൂടത്തിന്റെ ടൈമിൽ തന്നെ ഈ മൈക്രോൺ എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞു. ഗുജറാത്തിലും അസ്സാമിലും 2 മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഇവർ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൈക്രോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇൻഫ്ലുവൻസ് ഇതിന്റെ പുറകിലുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും അമേരിക്കയിലെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എപ്പോഴും കോർപ്പറേറ്റുകൾക്കൊപ്പമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭീമമായ കോർപ്പറേറ്റ് ഇത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് നടത്തി വളരെ ചീപ്പായിട്ട് തന്നെ അവർക്ക് പ്രൊഡക്ഷൻ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. അതേപോലെ തന്നെ അമേരിക്കയ്ക്ക് എക്സ്പെൻസസും കുറയ്ക്കാൻ കഴിയും. കാരണം എന്താണ്? അമേരിക്കയ്ക്ക് വേണ്ട രീതിയിലുള്ള ചിപ്പ് മാനുഫാക്ചറിങ് അതിപ്പം ഇന്ത്യക്കുള്ളിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവ്ലി നിർമ്മിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ ആയുധങ്ങളെല്ലാം ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. ആ ആയുധങ്ങളെല്ലാം തന്നെ നല്ല വിലയ്ക്ക് വിറ്റുപോവുകയും ചെയ്യും. അപ്പോൾ താരതമ്യേന അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാളും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് പ്രോഡക്റ്റ് കിട്ടും. ഇപ്പം നിലവിൽ അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം തന്നെ ചൈനയെ ഡിപ്പെൻഡ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. NVIDIA ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇന്റൽ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ചൈനയെ ഡിപ്പെൻഡ് ചെയ്താണ് നിലനിൽക്കുന്നത്. പക്ഷേ ഇവിടെ മൈക്രോൺ മാത്രമാണ് വ്യത്യസ്തമായ ഒരു തീരുമാനമെടുത്ത് ഇന്ത്യയിൽ നിന്ന് മാനുഫാക്ചറിങ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്, മുൻകൂട്ടിയെ തീരുമാനിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ട്രംപിന് ഇതിനകത്തൊന്നും ഇടപെടാനൊന്നും കഴിയില്ല. പക്ഷേ ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ഇപ്പം അവരുടെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ ക്ഷണിച്ചിരിക്കുന്നത്. ഇതേപോലെ ക്രിട്ടിക്കൽ മിനറലുമായിട്ട് ബന്ധപ്പെട്ട് G7ലേക്ക് ഇന്ത്യയും ഓസ്ട്രേലിയയും മാത്രമാണ് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്, ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. പാക്സ് സിലിക്ക എങ്ങനെയാണ് അമേരിക്ക ലീഡ് ചെയ്യുന്നത് പറഞ്ഞാൽ, പാക്സ് സിലിക്ക ഈസ് എ US ലീഡ് ഇനിഷ്യേറ്റീവ് ഫോക്കസ്ഡ് ഓൺ സെക്യൂറിംഗ് AI ആൻഡ് ടെക് സപ്ലൈ ചെയിൻ. ഇതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഇതിലുപരിയായിട്ട് ഒരു വിഷയം കൂടി അവർ ആഡ് ചെയ്യുന്നുണ്ട്, എയിംഡ് അറ്റ് ബ്രിങ്ങിങ് ഫ്രണ്ട്ലി ആൻഡ് ട്രസ്റ്റഡ്. ഈ വാക്ക് വളരെ വ്യക്തമാണ്, ഫ്രണ്ട്ലി ആൻഡ് ട്രസ്റ്റഡ് കൺട്രീസ് ടുഗദർ ടു എൻഷുവർ ദാറ്റ് കീ ടെക്നോളജീസ് ആർ സേഫ്, റിലയബിൾ ആൻഡ് നോട്ട് കൺട്രോൾഡ് ബൈ എ ഹോസ്റ്റൈൽ പാർട്ടി അല്ലെങ്കിൽ ഹോസ്റ്റൈൽ പ്ലേ. അതായത് ഒരു മോണോപോളി വെച്ചുകൊണ്ട് ഈ മേഖലയിൽ, സെമി കണ്ടക്ടർ മേഖലയിൽ ഒരു മോണോപോളി വേണ്ട എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ പാക്സ് സിലിക്ക എന്ന് പറഞ്ഞ ഒരു ഇനിഷ്യേറ്റീവ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. 2020 കോവിഡ് വന്ന സമയത്താണ് ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലായത്. അതായത് ചൈന ഇങ്ങനെ സെമി കണ്ടക്ടർ ഉൾപ്പെടെയുള്ള പല ക്രിട്ടിക്കൽ എലമെന്റ്സും നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ അത് 2020 ഈ കോവിഡ് വന്ന സമയത്ത് ആഗോളതലത്തിൽ തന്നെ ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയായതിനെ തുടർന്നാണ്, പല സ്ഥലങ്ങളിലും മാനുഫാക്ചറിങ് തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് അമേരിക്ക ഈ ഒരു ഇനിഷ്യേറ്റീവിന് തുടക്കം കുറിക്കുന്നത്. ആ ഇനിഷ്യേറ്റീവിലേക്കാണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്, നമ്മളൊന്ന് ആലോചിച്ചോ, 2020 തുടങ്ങിയത്, അപ്പോൾ 2025, 2026 ഇന്ത്യ ക്ഷണിക്കുകയാണ്. 5 വർഷത്തിനുള്ളിൽ അമേരിക്ക ഇതിന്റെ മുന്നോട്ട് പോക്ക് നോക്കി കാണുമ്പോൾ ഒരു എംപ്റ്റി സ്പേസ് ആണ് കാണുന്നത്. അമേരിക്കയുടെ ഉള്ളിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് അത്ര എഫക്റ്റീവായിട്ട്, കോസ്റ്റ് എഫക്റ്റീവായിട്ട് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇന്ത്യക്കുള്ളിൽ നിർമ്മിച്ചാൽ വളരെ അഫോർഡബിളി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള തിരിച്ചറിവിലേക്കാണ് അമേരിക്ക എത്തിയിരിക്കുന്നത്. അതിനെ തുടർന്ന് കൃത്യമായിട്ട് അമേരിക്ക ക്ഷണിച്ചിട്ടുണ്ട്. ഇത് ഏതൊരു വിഷയവും അമേരിക്ക പുറത്തൊരു രാജ്യത്തേക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു എങ്കിൽ 100 വട്ടം ആലോചിച്ചിട്ടായിരിക്കും അവർ തീരുമാനിക്കുന്നത്. അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യക്ക് അവർ അകമഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചിട്ടല്ല. നിലവിൽ ഈ ഒരു വിഷയത്തിൽ അവർക്ക് ട്രസ്റ്റഡ് ആയിട്ട് ഇന്ത്യ മാത്രമേ ഉള്ളൂ ഈ മേഖലയിൽ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇന്ത്യയിലുള്ള ഈ ഒരു യങ് പോപ്പുലേഷൻ, ഇവിടുത്തെ വർക്ക് ഫോഴ്സ്, സ്കിൽഡ് വർക്കേഴ്സ്, ഇന്നലെ ജർമ്മനിയും കൂടി ചോദിച്ചതാണ്, സ്കിൽഡ് വർക്കേഴ്സിന് വിസ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന്. അതുപോലെ ഇന്ത്യയുടെ ട്രാൻസിറ്റ് വിസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ എടുക്കാമെന്നും ജർമ്മനി പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യക്കാർക്ക് ജർമ്മനിയിൽ ഇറങ്ങി വിസ ട്രാൻസിറ്റ് ചെയ്ത് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ യാത്ര ചെയ്ത് പോകുന്നെങ്കിൽ നമുക്കൊരു 3 days ഇപ്പം ഹാൾട്ട് ചെയ്യണം. നമുക്ക് ജർമ്മനിയിൽ ഇറങ്ങിയിട്ട് മറ്റൊരു ഫ്ലൈറ്റിലേക്ക് കയറി പോകാൻ അവിടെ പ്രത്യേക പെർമിഷന്റെ ആവശ്യമില്ല. പക്ഷേ അതേസമയം ട്രാൻസിറ്റ് കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ട്രാൻസിറ്റ് പെർമിറ്റ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എന്താണ്, എങ്ങനത്തെ ട്രാൻസിറ്റ് ആണ്, എത്ര ദിവസത്തെ പെർമിഷൻ ഉണ്ടാവും, ഇതെല്ലാം തന്നെ ഇനി ജർമ്മനിയുടെ സൈഡിൽ നിന്ന് ഇനി ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ട വിഷയങ്ങളാണ്. നിലവിൽ ഇത് ജസ്റ്റ് ഒരു പ്രഖ്യാപനം മാത്രമാണ്. അപ്പോൾ ഇത് നടപ്പിലാകുമ്പോൾ മാത്രമേ അറിയാൻ പറ്റൂ ഇതിന്റെ ലോസ്, ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഔട്ട് ഓഫ് സിലബസ് പോകുന്നില്ല, നമ്മൾ തിരിച്ച് നമ്മുടെ പാക് സിലിക്കയിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാണ്. അപ്പോൾ അതിൽ നമ്മൾ തുടർന്ന് നോക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ചിപ്പ് മാനുഫാക്ചറിങ്ങിന് ഇന്ത്യയെ ആശ്രയിക്കാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. ഈ സിലിക്കന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ആധുനിക യുദ്ധോപകരണങ്ങൾ, പ്രത്യേകിച്ച് മിസൈലുകൾ, റഡാറുകൾ, ഡ്രോണ്, ഇതെല്ലാം തന്നെ നിർമ്മിക്കാൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിലിക്കൺ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം DRDOയും HALലും ഏറ്റവും കൂടുതൽ സിലിക്കൺ ഇറക്കുമതി ചെയ്താണ് ഉപയോഗിക്കുന്നത്. സിലിക്കൺ ആയിട്ടല്ല, നമ്മൾ ചിപ്പാണ് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇന്ത്യക്കുള്ളിൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് നമ്മളുടെ ഉൽപ്പാദനം ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. 2030 കൂടി നമ്മൾ ഏതാണ്ട് തുച്ഛമായ പെർസെൻറ്റേജിൽ മാത്രമേ അതിൻ്റെ ഗ്രോത്ത് രേഖപ്പെടുത്തുകയുള്ളൂ. ആഗോളതലത്തിൽ ഇതിനെ നമ്മൾ നോക്കിക്കാണുമ്പോഴാണ് നമ്മൾ വളരെ ചെറിയ തോതിൽ മാത്രമാണ് നമ്മളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവുക. പക്ഷേ ഇത് ഗ്രാജുവലി ഇത് വർദ്ധിക്കും, അതിൽ യാതൊരു മാറ്റമില്ല. അപ്പോൾ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് നമ്മൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലത്തെ റോ മെറ്റീരിയൽസ് ഇന്ത്യക്ക് വളരെ വളരെ അനിവാര്യമാണ്. ആ മേഖലയ്ക്കാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ധാരണയാകുന്നത്. ഇറക്കുമതി തന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് $20 ബില്യൺ വർത്ത് വരുന്ന ഇമ്പോർട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാക് സിലിക്ക നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോൺ എന്ന് പറഞ്ഞ കമ്പനി $10 ബില്യൺ ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. ഇതിലൂടെ നമുക്ക് 50 ബില്യൻ്റെ അതിൻ്റെ നെക്സ്റ്റ് ലെവലിലുള്ള കമ്പനികളിലേക്ക് ഒരു റവന്യൂ ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും. 50 ബില്യൻ്റെ ഇതിനെ തുടർന്ന് 6th ജനറേഷൻ വാർഫെയറിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ആ ക്വാളിറ്റിയിലുള്ള അൾട്രാ പ്യൂരിഫൈഡ് സിലിക്കൺ, അതാണ് ഇന്ത്യക്കുള്ളിൽ നിന്നും അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇപ്പം ഇതിന് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ക്വാഡ് ഒരു ലിവറേജ് ആവുന്നുണ്ട്. ഇൻഡോ പസഫിക് ബാലൻസ് നിലനിർത്താൻ ഇതേപോലത്തെ എഗ്രിമെന്റുകൾ സഹായകരമാകുമെന്ന് ഇന്ത്യയും വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഗ്ലോബൽ സൗത്തിനോടും ഗ്ലോബൽ വെസ്റ്റിനോടും ഒരു മിഡിൽ പൊസിഷനിൽ നിന്ന് ഡീൽ ചെയ്യാനുള്ള ആ ഒരു ലെവറേജും കൂടി ഉണ്ട്. ഈ അൾട്രാ പ്യൂർ സിലിക്കൺ എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ കുറഞ്ഞ ലെവലിൽ മാത്രമാണ് അവൈലബിൾ ആകുന്നത്. അപ്പോൾ ഈ പാക് സിലിക്ക നിലവിൽ വരുന്നതോടുകൂടി അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു എഗ്രിമെന്റിലെത്തും. അതായത് രണ്ട് രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ ഈ അൾട്രാ പ്യൂർ സിലിക്കൺ എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഇതിൻ്റെ ഉള്ളിൽ വരും. അതാണ് മെയിനായിട്ട് വരാൻ പോകുന്നത്. കാരണം ഇത് അമേരിക്കയുമായിട്ട് നമ്മളൊരു എഗ്രിമെന്റിലേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സാധനം നമ്മൾ അമേരിക്ക അറിയാതെ ആർക്കും കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതേപോലെ അമേരിക്കയ്ക്കും ഇത് ബാധകമാണ്, മ്യൂച്വൽ ആണ്. കാരണം R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വർക്കിനും ടെക്നോളജിയും അതുപോലെ തന്നെ ചിപ്പിന്റെ ഡിസൈനും ഇത് അമേരിക്കയാണ് തരുന്നത്. മാനുഫാക്ചറിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ്, അതേപോലെ ഭാരത് ഫോർജ്, ഈ രണ്ട് കമ്പനികളും ഓൾറെഡി തന്നെ ഈ പാക് സിലിക്കയുമായിട്ട് ബന്ധപ്പെട്ട സെൻട്രൽ ഗവൺമെന്റ് ഓൾറെഡി തന്നെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പനികളാണ്. അദാനി ഡിഫൻസും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അദാനി ഡിഫൻസ് മെയിനായിട്ട് ഡ്രോൺ ആണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്. അപ്പോൾ അവരും കൂടി ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞ ആ ഒരു പദ്ധതിക്ക് കീഴിലാണ്. അപ്പോൾ DRDOയും പ്രൈവറ്റ് ഇന്ത്യയിലുള്ള പ്രൈവറ്റ് എൻറ്റിറ്റീസും ചേർന്നുകൊണ്ട് US ജോയിന്റ് ലാബ് സ്ഥാപിക്കുമെന്നാണ് പറയുന്നത്. അത് അമേരിക്ക, ഇന്ത്യയുടെ പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, അതുപോലെ തന്നെ ഇന്ത്യയുടെ DRDO, ഈ മൂന്നും കൂടി ചേർന്നിട്ട് ലാബ് സ്ഥാപിക്കും. ഇപ്പോൾ ഓൾറെഡി തന്നെ ഞാൻ എടുത്തു പറഞ്ഞ 2 ലാബുകൾ ഓൾറെഡി ഉണ്ട്. ഒന്ന് ഗുജറാത്തിലുണ്ട്, 2 അസാമിലുണ്ട്. ഇതെല്ലാം തന്നെ മൈക്രോൺ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. പിന്നെ അസാമിലുള്ളത് തായ്വാനിലുള്ള കമ്പനിയാണ്. ഗുജറാത്തിലുള്ളത് അമേരിക്കയിലുള്ള മൈക്രോൺ എന്ന് പറഞ്ഞ കമ്പനിയും ടാറ്റയും കൂടി ചേർന്നിട്ടാണ് ഗുജറാത്തിൽ. അതേസമയം അസാമിൽ തായ്വാന്റെ കമ്പനിയും TSMC എന്ന് പറഞ്ഞ തായ്വാന്റെ കമ്പനിയും ടാറ്റയും കൂടി ചേർന്നിട്ട് അസാമിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2 ലാബുകൾ ഓൾറെഡി തന്നെ ഇന്ത്യക്കുള്ളിൽ ആക്റ്റീവാണ്. അത് അമേരിക്കയ്ക്ക് ഒരു അഡ്വാൻറ്റേജും കൂടിയാണ്, ഇന്ത്യക്കും അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതായത് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാർ തർക്കത്തിൽ ഒരു സൈഡിൽ അമേരിക്ക ഇന്ത്യ ബന്ധം തർക്കത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുമായിട്ട് പാക് സിലിക്ക ഡീലുമായിട്ട് സഹകരിക്കാൻ അമേരിക്ക മുന്നോട്ട് വരുന്നത്. ഇത് നമ്മൾ രണ്ടായിട്ടാണ് കണ്ടത്. ഇതാണ് നമ്മൾ പണ്ട് തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്നത്. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നം ചില വലിയ പ്രശ്നങ്ങളല്ല, ഇതൊരു പ്രത്യേക വിഷയത്തിൽ കിടക്കുന്ന ഒരു പ്രശ്നമാണ്. ഏതാണ്? ഈ വ്യാപാര തർക്കം. ഈ വ്യാപാര തർക്കം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ മാർക്കറ്റാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇന്ത്യക്ക് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകൾ ഇന്ത്യക്കുള്ളിൽ തന്നു കഴിഞ്ഞാൽ അതിന് ഒരു നോ ഒബ്ജക്ഷൻ അമേരിക്ക മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. ഇന്നത്തെ കാലഘട്ടത്തിൽ വർക്ക് ഫോഴ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നോളജബിൾ ആയിട്ടുള്ള സ്കിൽഡ് വർക്കേഴ്സിൻ്റെ ആവശ്യം വളരെയധികം കൂടുതലാണ്.
അത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിൽ യൂറോപ്യൻസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങളിൽ തന്നെ മറ്റു പല രാജ്യങ്ങളായിക്കോട്ടെ, സൗത്ത് കൊറിയ പോലത്തെ രാജ്യങ്ങൾ, ജപ്പാൻ പോലത്തെ രാജ്യങ്ങളായിക്കോട്ടെ, ഇവർക്കെല്ലാം തന്നെ ഇവിടെ എല്ലാം തന്നെ, റഷ്യ ആയിക്കോട്ടെ, ഇവിടെ എല്ലാം തന്നെ മാൻ പവറിന്റെ ഷോർട്ടേജ് ഉണ്ട്. അമേരിക്കയ്ക്ക് വേണ്ട ലേബർ ഫോഴ്സ് വേറെ എവിടെ നിന്നും ഇനി എടുക്കാൻ പറ്റില്ല, ഇന്ത്യയിൽ നിന്നേ അത് പറ്റുള്ളൂ. നിലവിൽ ഒരു 30 വയസ്സ് പ്രായമുള്ള ഏതാണ്ട് 60% പോപ്പുലേഷനാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ ആ ഒരു യുവാക്കൾ, ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്കിൽഡ് വർക്കേഴ്സ് ആയിട്ടുള്ള ഇന്ത്യക്കാരാണ് ഇന്നത്തെ സ്കിൽഡ് വർക്കേഴ്സിന്റെ മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളത്. ആ ഡിമാൻഡ് നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യക്ക് പേടിക്കേണ്ടതില്ല. മറ്റുള്ളവർ പലരും പല വിലയിരുത്തലുകൾ നടത്തും, പക്ഷെ അതൊന്നും ഫാക്ച്വലി സ്യൂട്ടബിൾ ആവണമെന്നില്ല. തായ്ലാൻഡ് ഇല്ലേ, വിയറ്റ്നാം ഇല്ലേ, അങ്ങനെ പല ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെ കുറിച്ചൊക്കെ ആൾക്കാർ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പറയാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ IT ടെക്നോളജി ഇമാതിരിയുള്ള രംഗത്ത് ഇന്ത്യയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കാരാണ് ആഗോളതരത്തിൽ ആ ഒരു മാർക്കറ്റ് കൈയടക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ്പീരിയൻസും ഒരു മാറ്ററാണ്. ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ന്യൂ എംപ്ലോയെ ഹയർ ചെയ്ത് ഒരു കമ്പനിക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം ഡിലേ ഉണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യക്കുള്ളിൽ ലേബറിനെ കിട്ടുമ്പോൾ ആ ഇന്ത്യക്കാരനെ കൊണ്ട് അമേരിക്കയിൽ കൊണ്ട് പണി കൊടുക്കുമ്പോൾ അവരുടെ സ്കെയിൽ വേറെയാണ്. അതുപോലെ നിങ്ങൾ ഏത് രാജ്യത്ത് കൊണ്ട് പണി കൊടുത്താലും അവരുടെ സ്കെയിൽ വേറെയാണ്. പക്ഷേ ഇന്ത്യക്കുള്ളിൽ തന്നെ ഇവിടെ ഫാക്ടറി നിർമ്മിക്കാനും എല്ലാത്തിനും ഇവിടെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിലവിൽ ഇന്ത്യയാണ് അഫോർഡബിൾ. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ സാധനങ്ങൾ വിൽക്കാൻ മാത്രമല്ല, ജോബ് മാർക്കറ്റും കൂടി ഇതിൻ്റെ ഉൾപ്പെടും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യൻ മാർക്കറ്റിൽ ലേബേഴ്സും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ എപ്പോഴും കൂട്ടിച്ചേർത്ത് വേണം വായിക്കാൻ. എന്നാൽ മാത്രമേ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എന്തായാലും പാക്സ് സിലിക്ക ഡീലുമായിട്ട് അമേരിക്ക, ഇന്ത്യ വീണ്ടും ഒരു ശക്തമായ ബന്ധത്തിലേക്ക് മുന്നോട്ട് പോവാണ്. ഇത് പാക്സ് സിലിക്ക വിഷയത്തിലാണ്. ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് ക്വാഡ് സഖ്യം ആ രീതിയിലാണ് ഇതിനെ ചിന്തിക്കേണ്ടത്. ഇതിന് ട്രേഡുമായിട്ട് നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത്. ഇത് രണ്ട് രാജ്യങ്ങൾക്കും അഡ്വാൻറ്റേജ് ഉള്ള വിഷയമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.